ഇവിടെ ആയിരിക്കുന്ന ദൈവദാസന്മാർ ദൈവമക്കളേവർക്കും ഒരിക്കൽ കൂടെ യേശു ക്രിസ്തുവിൻ നാമത്തിൽ എന്റെ ഹൃദയപൂർവ്വം എന്നെ അറിയിക്കുന്നു. ഓൺലൈനിൽ എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയ സ്നേഹിതർക്ക് യേശു ക്രിസ്തുവിൻ നാമത്തിൽ സിയോൻ ചർച്ച് കുമളിനെ സ്വാഗതം ചെയ്യുന്നു, സ്തോത്രം പറയുന്നു. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ദൈവദാസനെ കുറിച്ച് പലപ്പോഴും പല കാര്യങ്ങൾ പറയാറുണ്ട്. എന്നാൽ എന്റെ ജീവിതത്തിൽ ദൈവദാസന് ദൈവം തന്നത് നോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എനിക്ക് അധികം പറയുവാനോ അറിയില്ല. എന്നാൽ എന്റെ ഹൃദയത്തിലുള്ള ചില വാക്കുകളിലൂടെ ഞാൻ ദൈവം തന്നത് നോർത്ത് സ്തോത്രം ചെയ്തുകൊണ്ട് പറയുന്നു. എന്റെ ഒരു പ്രാർത്ഥനയുടെ പ്രതിഫലമാണ് ദൈവദാസന് ദൈവം എനിക്ക് തന്നു. ഈ കേരളത്തിലേക്ക് കടന്നു വരുവാനും ഒരു മിഷണറിയായി ദൈവസന്നിധിയില് നിൽക്കുവാനും ഇന്ന് പകൽക്കാലം നിങ്ങളുടെ മുമ്പിൽ ദൈവവചനമായി നിൽക്കുവാനും ദൈവം ഒരുക്കിയ വിധങ്ങളോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്റെ മാതാപിതാക്കൾ പലപ്പോഴും എനിക്ക് പലവിധമായ നല്ല നല്ല പ്രപ്പോസൽസ് കൊണ്ടുവന്ന് ആന്ധ്രയില് കഷ്ടപ്പെടാതെ നീ നല്ല ജോലി ചെയ്ത് ഒരു ശമ്പളക്കാരനെ കല്യാണം കഴിച്ചാൽ എനിക്ക് കഷ്ടമുണ്ടാകത്തില്ലെന്ന് അവര് പലപ്പോഴും പറയാറുണ്ടായിരുന്നു. എന്നാൽ എന്റെ ഉള്ളിൽ ഞാൻ ദൈവസന്നിധിയിൽ ഞാൻ തീരുമാനിച്ച് പ്രാർത്ഥിച്ചപ്പോ ഫസ്റ്റ് എനിക്ക് ഇഷ്ടമില്ലാതെ ദൈവവേല എന്ന് പറഞ്ഞ എന്റെ മാതാപിതാക്കളുടെ കഷ്ടം കാരണം. എന്നാൽ അതിനുശേഷം ദൈവസന്നിധിയിൽ ഞാൻ തീരുമാനിച്ചപ്പോ ഞാൻ കല്യാണം കഴിക്കുന്നെങ്കിൽ ഒരു ദൈവദാസനെ കല്യാണം കഴിക്കുവാൻ ഞാൻ തീരുമാനിച്ച് പ്രാർത്ഥിക്കുവാൻ ഇടയായിരുന്നു. എന്റെ മാതാപിതാക്കൾ പ്രാർത്ഥിച്ചതുപോലെ ഒരു മിഷണറി ആക്കണമെന്ന് അവരുടെ പ്രാർത്ഥനയായിരുന്നു. ആ ആഗ്രഹം എന്റെ പ്രാർത്ഥനയും അവരുടെ എല്ലാ അനുഗ്രഹങ്ങള് ഒരുമിച്ച് കൂടുവന്ന് ദൈവദാസൻ ദൈവം കൊണ്ടുവന്നതിനോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ വേല ചെയ്യുവാനും മനോഹരമായ രീതിയില് ഒരു മിഷണറിയായി ജീവിക്കുവാനും ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന ഈ നല്ല ഭാഗ്യം ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം നടത്തിയ വഴികൾ ഓർത്ത് ദൈവത്തിന് നന്ദിയോട് സ്തോത്രത്തോടെ ഇന്ന് പകൽക്കാലം ദൈവം എനിക്ക് തന്നെ ചിന്തകളുമായി നിങ്ങളോട് പങ്കുവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി ഒരു വചനം നമുക്ക് വായിക്കാം. ഞാൻ ഈ ദിവസങ്ങളില് പ്രത്യേകിച്ച് ബുക്ക് ഓഫ് ക്രോണിക്കൽസ് ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്നു. ദിനവൃത്താന്തം അല്ലേ മലയാളത്തിൽ ദിനവൃത്താന്തങ്ങളാണ് വായിക്കുന്നത്. ഞാൻ സെക്കൻഡ് ക്രോണിക്കൽസ് വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് 2-3 weeks ബാക്ക് ഓൺവേർഡ്സ് എന്നോട് വളരെ വ്യക്തമായി ഈ വചനം വായിക്കുമ്പോൾ എന്നെ സ്ട്രൈക്ക് ചെയ്യുവാൻ ഇടയായിരുന്നു. പിന്നെ ആ വചനത്തെ ധ്യാനിക്കുവാൻ ഇടയായിരുന്നു. പരിശുദ്ധാത്മാവ് പറഞ്ഞ് നീ തുടർന്ന് അതിനെക്കുറിച്ച് പഠിക്കാൻ പറഞ്ഞപ്പോ ഞാൻ അതിനെക്കുറിച്ച് പഠിക്കുവാൻ ഇടയായിരുന്നു. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് വായിക്കാം. 2 ദിനവൃത്താന്തം 3-ാം അധ്യായത്തിന്റെ 15 തൊട്ട് 17 വരെയുള്ള വചനങ്ങൾ നമുക്ക് വായിക്കാം. ബുക്ക് ഓഫ് സെക്കൻഡ് ക്രോണിക്കൽസ് ചാപ്റ്റർ 3 verses 15, 16 and 17. അവയുടെ തലത്തിലുള്ള കോതികയ്ക്ക് 5 മുഴം ഉയരമുണ്ടായിരുന്നു. അന്തർമന്ദിരത്തിൽ ഉള്ളതുപോലെ മാലകളെ അവൻ ഉണ്ടാക്കി സ്തംഭങ്ങളുടെ തലയ്ക്കിൽ വെച്ചു 100 മാതളപ്പഴവും ഉണ്ടാക്കി മാലകളെ കോർത്തിട്ടു. അവൻ സ്തംഭങ്ങളെ മന്ദിരത്തിന്റെ മുൻപിൽ ഒന്ന് വലത്തും മറ്റേത് ഇടത്തും നിർത്തി വലത്തേതിന് യാഖീൻ എന്നും ഇടത്തേതിന് ബോവസ് എന്നും പേർ വിളിച്ചു. ആമേൻ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വേഴ്സ് 17 ഒരിക്കൽ കൂടെ നമുക്ക് వాయిക്കാം. ఆ 2 స్తంభములను దేవాలయం ఎదుట కుడి తట్టును ఒకటియు ఎడమ తట్టును ఒకటియు నిలవబెట్టించి కుడి తట్టు దానికి యాకీన్ అనియు ఎడమ తట్టు దానికి బోయాస్ అనియు పేర్లు పెట్టెను. സ്തോത്രം. ഇവിടെ ഈ പർട്ടിക്കുലർ സ്ക്രിപ്ചറാണ് പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെട്ടതായി ഞാൻ ഫീൽ ചെയ്തു. പരിശുദ്ധാത്മാവ് ഇത് ധ്യാനിക്കുമ്പോൾ എന്നോട് പറഞ്ഞ് യു റീഡ് ഇറ്റ് അഗൈൻ. ഞാൻ പിന്നെ അത് വായിച്ചു. പിന്നെ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞ് ഈ സ്ക്രിപ്ചറിലുള്ള ഓരോ വിഷയത്തെ കുറിച്ച് നീ ധ്യാനിക്കാൻ പറഞ്ഞു. സ്തോത്രം. ആ വചനത്തിൽ പിന്നെ ഞാൻ ധ്യാനിച്ചപ്പോ എനിക്ക് മനസ്സിലായി അതിനകത്ത് ഒരു വലിയ സന്ദേശം ദൈവം നമുക്ക് ഒരുക്കിയിട്ടുണ്ടെന്ന്. സ്തോത്രം. ഈ സെക്കൻഡ് ക്രോണിക്കൽസിന്റെ ബുക്ക് നമ്മൾ ആദ്യം തൊട്ട് വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു ദാവീദ് രാജാവിന് ശേഷം
ദൈവം സൊലോമോനെ തനിക്ക് വേണ്ടി എഴുന്നേൽപ്പിച്ചതായ ഒരു ഹിസ്റ്ററിയാണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു. ദാവീദിനോട് ദൈവം ചെയ്ത വാഗ്ദത്തങ്ങളെല്ലാം സൊലോമോനിലെ കൂടെ നിറവേറ്റാൻ പോകുന്ന ഒരു ഘട്ടമാണ് നമുക്ക് അവിടെ കാണുന്നത്. അപ്പോൾ തന്നെ ദാവീദിന്റെ ഹൃദയത്തിൽ വലിയ ആഗ്രഹമുണ്ട് ദൈവത്തിന് വേണ്ടി ഒരു ദേവാലയം പണിയണമെന്ന്. എന്നാൽ അത് ദാവീദിന്റെ കൈകളിലൂടെ നടക്കാൻ കഴിയാതെ വന്നപ്പോൾ ദൈവം തനിക്ക് വാഗ്ദത്തം ചെയ്തു അത് സോലമോനിലെ കൂടെ നടക്കുമെന്ന്. സ്തോത്രം. ദയവായി ശ്രദ്ധിക്കുക. ഇത് ഹിസ്റ്ററി ആയതുകൊണ്ട് കുറച്ച് മനസ്സിലാക്കാൻ പാടുണ്ടാവായിരിക്കും. എന്നാൽ ഞാൻ ബ്രീഫായിട്ട് ഹിസ്റ്ററി പറയുവാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ സൊലോമോനിലെ കൂടെയാണ് ദൈവം ആഗ്രഹിച്ചത് ദൈവത്തിന്റെ വാഗ്ദത്തമായ പ്രത്യേകിച്ച് ദേവാലയം പണിയണമെന്നത്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം പ്രിയമുള്ളവരെ, ഈ വചനം വായിച്ചപ്പോ എനിക്ക് മനസ്സിലായത് ഒരു കാര്യമുണ്ട്. നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങള് നമ്മുടെ ജീവിതത്തിൽ അത് നടന്നില്ലെങ്കിൽ നമ്മൾ അതിനെ കുറിച്ച് വിഷമിക്കരുത്. നമ്മുടെ തലമുറ ദൈവം കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ. നമ്മൾ പല വിഷയങ്ങളും നമ്മുടെ കണ്ണുകൊണ്ട് കണ്ടില്ലെങ്കിലും അതിന് ചെയ്യുവാനും അത് നിറവേറ്റുവാനും ദൈവത്തിന് പദ്ധതിയുണ്ടെന്ന് ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് നമ്മളോട് സംസാരിക്കുന്നു. ഹല്ലേലൂയ. ദാവീദ് രാജാവ് താൻ ആഗ്രഹിച്ചത് തനിക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല. എന്നാൽ ദൈവം സൊലോമോനെ കണ്ടു. സൊലോമോനിക്ക് ദൈവം എല്ലാം പറഞ്ഞു, നീ എങ്ങനെ ഈ ദേവാലയം പണിയണം, എവിടേക്ക് എന്ത് വെക്കണം, എത്ര അളവ് ഇത് ഉണ്ടായിരിക്കണം, എവറിത്തിങ് ദൈവം പഠിപ്പിച്ചു തന്നു. സ്തോത്രം. അതുപോലെ തന്നെ അടുക്കും ചുറ്റുമായി എല്ലാ കാര്യങ്ങളും സൊലോമോന് ക്രമീകരിക്കുവാൻ ഇടയായിരുന്നു. ക്രമീകരിച്ചതിന് ശേഷം താൻ ദേവാലയം പണിതതായിട്ട് നമ്മളെ കണ്ട്. ഇപ്പൊ നമ്മൾ വായിച്ച വചനങ്ങളില് അല്പം നമ്മള് ചിന്തിച്ചെങ്കിൽ ആലയത്തിന്റെ മുമ്പാകെ 2 സ്തംഭങ്ങള് നിർത്തിയതായിട്ട് നമ്മൾ വായിച്ചു. സ്തോത്രം. ജസ്റ്റ് എല്ലാവരും നിങ്ങളുടെ ഇമാജിനേഷനിൽ, നിങ്ങളുടെ ചിന്തകളിൽ ഒരു ദേവാലയത്തെ നിങ്ങള് രൂപീകരിക്കുക. ആ ദേവാലയത്തിന്റെ മുമ്പാകെ 2 പില്ലേഴ്സ് അല്ലെ 2 സ്തംഭങ്ങള്, തൂണുകളാണ് മലയാളത്തില്, തൂണുകൾ എന്നല്ലേ പറയുന്നത്. അപ്പൊ 2 സ്തംഭങ്ങൾ, ഇതുപോലെ 2 സ്തംഭങ്ങള് നിർത്തിവെച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. സ്തോത്രം. ഈ 2 സ്തംഭങ്ങളെ കുറിച്ച് ഇവിടെ എഴുതിയിരിക്കപ്പെട്ടത് അത് ബ്രോഞ്ചിന് എങ്ങനെ പറയും മലയാളം? ചെമ്പ് കൊണ്ട്, മെറ്റീരിയൽ ചെമ്പ് കൊണ്ട് ഉണ്ടാക്കിയതാണ്. അത് നല്ല രൂപമുണ്ട്, മീൻസ് നല്ല ഡിസൈൻസ് അതിനോട് ചെയ്തു. അത് ചെമ്പ് കൊണ്ട് ഉണ്ടാക്കി വളരെ എടുപ്പായിട്ട് കാണുന്നത് പോലെ ദേവാലയത്തെ മുമ്പാകെ കൊണ്ടുവന്നു. വലത് സൈഡ്, ഇറ്റ് മീൻസ് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് സൈഡ്സ്, ആ 2 സ്തംഭങ്ങൾ വെച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഈ ദേവാലയത്തിനകത്തു അറൌണ്ട് 22 സ്തംഭങ്ങൾ ഉണ്ടെന്നാണ് നമുക്ക് പഠിക്കാൻ സാധിക്കുന്നു. പക്ഷെ ഈ 2 സ്തംഭങ്ങൾക്ക് മാത്രമാണ് സൊലോമോൻ രാജാവ് പേരുകൾ കൊടുത്തു. ഹല്ലേലൂയ. അതാണ് ഇതിന്റെ പ്രത്യേകത. അതാണ് പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിച്ചത്. മറ്റുള്ള ദേവാലയത്തിലെ ഓരോ കാര്യങ്ങൾക്ക് പണികൾ ചെയ്തതിനു ശേഷം പ്രത്യേക പേരുകൾ ഒന്നുമില്ല. പക്ഷെ മുമ്പാകെ നിർത്തി 2 സ്തംഭങ്ങൾക്ക് അവിടെ 2 പേരുകൾ കൊടുത്തതായിട്ട് കാണാൻ സാധിക്കുന്നു. ഒരെണ്ണം യാക്കീന്, രണ്ടാമത് ബോയാസ്. സ്തോത്രം. എന്തുകൊണ്ട് ഈ 2 പേരുകൾ ദൈവം അവിടെ സൊലോമോനെ കൊണ്ട് അവിടെ ആ സ്തംഭങ്ങളെ ഘടിപ്പിച്ചതിന് ഞാൻ ചിന്തിക്കുവാൻ ഇടയായിരുന്നു. ദൈവത്തോട് ഞാൻ ചോദിച്ചു, ദൈവമേ, ദേവാലയം പണിയുവാനും എല്ലാം ചെയ്തതിനു ശേഷം എക്സ്ട്രാ അത് ഓൺലി സ്റ്റാൻഡിങ് മാത്രമേ, അതൊന്നും വഹിക്കുന്നില്ല, അതിന്റെ സ്തംഭങ്ങളുടെ മേൽ ഒന്നും വെച്ചിട്ടും ഇല്ല, ചുമ്മാ 2 സ്തംഭങ്ങൾ നിർത്തിവെച്ച് അതിന് നല്ലപോലെ അലങ്കരിച്ച് വെച്ചിരിക്കുന്നു, അതിന് പേരും കൊടുത്തു. ഇതിന്റെ അർത്ഥം എന്താ ദൈവമെന്ന് ഞാൻ പ്രാർത്ഥിക്കുവാൻ ഇടയായിരുന്നു. സ്തോത്രം. പരിശുദ്ധാത്മാവ് ചില ചിന്തകള് ഇതില് എന്നെ സംസാരിച്ച് എനിക്ക് പ്രബോധിപ്പിക്കുവാൻ ഇടയായിരുന്നു. ഹല്ലേലൂയ. അത് ഇന്ന് പലകാലം നിങ്ങളുമായി ഷെയർ ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ദേവാലയം എതിറ്റ കുടിത്തട്ടിന, ഇറ്റ് മീൻസ് റൈറ്റ് സൈഡ് there is a pillar, അതിന്റെ പേരാണ് യാക്കീൻ. എല്ലാവരും പറഞ്ഞേ, യാക്കീൻ. ലെഫ്റ്റ് സൈഡുള്ള സ്തംഭം പേര് ഏതാണ്? ബോവാസ്. സ്തോത്രം. ആരും മറക്കരുത് 2 പേര്. ഇപ്പൊ ഈ യാക്കീൻ ആര്, ഈ ബോയാസ് ആര്, അതാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ബോയാസ് പലപ്പോഴും റൂത്ത് ഗ്രന്ഥം നമ്മൾ വായിക്കുമ്പോൾ
റൂത്തിനെ വീണ്ടെടുത്ത ഒരു വ്യക്തിയായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. യാക്കീൻ എന്ന ഈ വ്യക്തി യാക്കോബിന്റെ കാലത്തില് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഗ്രാൻഡ് സൺ ഓഫ് ജാക്കബ്. ആ യാക്കോബിന്റെ ഒരു കൊച്ചുമകനായ ഈ മനുഷ്യരുടെ കൂടെയാണ് ഇസ്രായേലികളുടെ സന്തതി വർദ്ധിച്ചുകൊണ്ട് വന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. സ്തോത്രം. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് അല്ലെ ദൈവാത്മാവ് സൊലോമോനോട് പറഞ്ഞ് ഈ രണ്ടുപേരുടെ പേരുകള് ഈ സ്തംഭങ്ങൾക്ക് കൊടുക്കാൻ പറഞ്ഞേ. ഹല്ലേലൂയ. നമുക്ക് ഈ രണ്ടുപേരെ കുറിച്ച് ചിന്തിക്കാം. യാക്കീന് ഒരു സന്തതിയെ ഉടലെടുത്തു കർത്താവിന് വേണ്ടി എസ്റ്റാബ്ലിഷ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇറ്റ് മീൻസ് ദൈവത്തിന് വേണ്ടി ശ്രേഷ്ഠമായ ജനത്തിനെ അവിടെ രൂപീകരിക്കുവാൻ യാക്കീനിന് ദൈവം ഉപയോഗിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. നിങ്ങൾക്ക് ആ ഹിസ്റ്ററി വായിക്കണമെങ്കിൽ നിങ്ങൾ വീട്ടിൽ പോയതിനു ശേഷം നിങ്ങൾക്ക് വായിക്കാം. ബുക്ക് ഓഫ് ജെനസിസ്, ഉൽപ്പത്തി പുസ്തകം 46-ാം അധ്യായത്തില് 10-ാം വചനത്തില് യാക്കീനിനെ കുറിച്ച് എഴുതിയിരിക്കുന്നു. തന്റെ സന്തതിയാണ് ലേവിയ സന്തതിയായിരുന്നു. ലേവിയർ ആരാ? പുരോഹിതന്മാര്. ഹല്ലേലൂയ. ദൈവസന്നിധിയിലോ പുരോഹിതന്മാരായി ദൈവത്തിന് പ്രസാദിക്കുന്ന യാഗങ്ങൾ അർപ്പിക്കുവാനും സ്തോത്രഗീതങ്ങൾ അർപ്പിക്കുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും നിൽക്കുന്ന ഒരു ദൈവജനമാണ് യാക്കീന്. ഹല്ലേലൂയ. ദൈവജനത്തെ സാദൃശ്യമായി കാണിക്കുന്ന യാക്കീനിന് ഒരു സൈഡ്, ബോയാസിന് നമ്മൾ കണ്ടെങ്കിൽ റൂത്ത് ഗ്രന്ഥത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നു. റൂത്ത് മറ്റൊരു രാജ്യത്തിന് തള്ളപ്പെട്ട ദേശത്തിന് താൻ വന്നപ്പോ തന്നെ വീണ്ടെടുക്കുവാന് ഉപയോഗിച്ച ഒരു വ്യക്തിയാ. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിന് സാദൃശ്യമായിരിക്കുന്ന ബോവാസ്. സ്തോത്രം. നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുന്ന, നമ്മുടെ ബലഹീനതകളെ ക്ഷമിക്കുന്ന, നമ്മുടെ ഏത് സമയത്ത് നമ്മൾ ആദരിക്കുന്ന, നമ്മളെ വീണ്ടെടുത്ത് നമുക്ക് വേണ്ടി നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. റൂത്ത് ഗ്രന്ഥത്തില് പ്രത്യേകിച്ച് ബോയാസിനെ കാണിക്കുന്ന ഒരു രാജാവായിട്ട്. ഹല്ലേലൂയ. അപ്പൊ ബോയാസ് നിൽക്കുന്നത് ഒരു രാജാവിന് സാദൃശ്യമാക്കി. ഹല്ലേലൂയ. അപ്പൊ ഈ രണ്ട് തൂണുകളെ നമുക്ക് കാണിക്കുന്നു. ബോയാസ് ഒരു രാജാവായിട്ട്, യാക്കീന് ഒരു പുരോഹിതനായിട്ട്. സ്തോത്രം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഈ രണ്ട് സ്തംഭങ്ങള് ആലയത്തിന്റെ മുമ്പാകെ നിൽക്കുന്നത് നാം ഓരോരുത്തരും ഈ ദേവാലയത്തേക്ക് കടന്നു വരുമ്പോൾ, ഫോർ എക്സാമ്പിൾ സോളമോൻ ദേവാലയത്തേക്ക് ആൾക്കാർ കടന്നു വരുമ്പോൾ ആദ്യം കാണുന്നത് എന്താണെന്നറിയാമോ? ഈ ബോയാസിന് യാക്കീനിന്. ഹല്ലേലൂയ. യാക്കീനിനെ കണ്ടപ്പോ അവർ ഹൃദയത്തിൽ ഉണ്ടാകുന്നത് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. ബോയാസിനെ കണ്ടപ്പോ അവരുടെ ഹൃദയത്തിൽ ഒരു ചിത്രം വരുന്നു. നമ്മളെ പാലിക്കുന്ന രാജാവ്, നമ്മുടെ ദൈവ രാജാവിനെ അവർ മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ കഴിയുന്നു ബോയാസ് യാക്കീന് എന്ന ഈ സ്തംഭങ്ങള് ദേവാലയത്തിന് മുമ്പ് നിൽക്കുമ്പോൾ, നാം ഓരോരുത്തരും ദൈവസന്നിധിക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഒരു ചിന്ത ഉണ്ടാകണം. അതെങ്ങനെ പറഞ്ഞ, ഞാൻ കടന്നു പോകുന്നത് രാജാവിന്റെ അടുത്ത്. ഹല്ലേലൂയ. ഞാൻ കടന്നു ചെല്ലുന്നത് എനിക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന എന്റെ കർത്താവിന്റെ അടുത്ത്. ഹല്ലേലൂയ. ഇനി പകൽക്കാലം ദൈവസന്നിധിക്ക് കടന്നു വന്ന പ്രിയ ദൈവജനമേ, നീ വന്നത് രാജാവിന്റെ അടുത്താണ്. ഹല്ലേലൂയ. നീ വന്നത് നിനക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാനും നിരന്തരം നിൽക്കുന്ന ഒരു പുരോഹിതന്റെ അടുത്താണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. എത്ര ഭാഗ്യമാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. നമ്മൾ കേവലം നമ്മളോട് മിണ്ടാത്തവരുടെ അടുത്തല്ല നമ്മൾ വന്നത്. നമ്മൾ എത്ര പറഞ്ഞാലും കേൾക്കാത്തവരുടെ അടുത്തല്ല നമ്മൾ വന്നത്. നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന, നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന, നമ്മളെ ശക്തമായി നിർത്തുന്ന നമ്മുടെ രാജാവിന്റെ അടുത്താണ്, നമ്മുടെ പുരോഹിതന്റെ അടുത്താണ് നമ്മൾ വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. നമുക്കൊരു വചനവും വായിക്കാം. സ്തോത്രം. 1 പത്രോസിന്റെ 2-ാം അധ്യായത്തിന്റെ 9-ാം വചനം വായിക്കാം. 1 പത്രോസ് 2-ാം അധ്യായം 9-ാം വചനം. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സദ്ഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിതവർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവും ആകുന്നു. സ്തോത്രം. നാം ഓരോരുത്തരും ആരാണ് ഇപ്പം പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നു?
പുരോഹിത വർഗം, രാജകീയ വംശം. ഹല്ലേലൂയ. നമ്മുടെ പിതാവ് രാജാവായതുകൊണ്ട് രാജാവിന്റെ മക്കളായി നാം ഓരോരുത്തരും ആരാണ് വചനം പറഞ്ഞേ? രാജകീയ പുരോഹിതന്മാര്, രാജകീയ മക്കളാണ് നമ്മൾ. ഹല്ലേലൂയ. ഇവിടെ ആയിരിക്കുന്ന കൊച്ചു കുഞ്ഞുങ്ങളെ മുതൽ എല്ലാവരും നമ്മൾ കുമാരന്മാരാ. ഹല്ലേലൂയ. സ്തോത്രം. നമ്മള് ആരണ വചനം പറയുന്ന വിശുദ്ധ വംശം. ഹല്ലേലൂയ. നമ്മള് തെരഞ്ഞെടുത്തവരാണ്. നമ്മള് ചുമ്മാ ഓർഡിനറി പീപ്പിൾ അല്ല. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നീ രാജാവ് അടുത്ത് വരണമെങ്കിൽ നീ രാജാവിന്റെ മകനാണ്. നീ രാജാവിന്റെ അടുത്ത് വരണമെങ്കിൽ നീ രാജാവിന്റെ മകളാണ്. ഹല്ലേലൂയ. നീ ഒരു പുരോഹിതന്റെ അടുത്ത് വരണ നീ ഒരു പുരോഹിതനാണ് വചനം പറയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. രാജകീയ വംശം, വിശുദ്ധ വംശമായിരിക്കുന്നു. പ്രിയ ദൈവത്തിലെ സ്നേഹിതരായിരിക്കുന്ന പ്രിയ സഹോദരനെ, നമ്മുടെ ജീവിതത്തിൽ രാജകീയ വംശമായി വിശുദ്ധ വംശത്തിൽ നിന്ന് വിളിക്കപ്പെട്ടവരായതുകൊണ്ട് നമുക്ക് തോന്നിയതുപോലെ ജീവിക്കാൻ പറ്റത്തില്ല. നമ്മൾ എങ്ങനെ വേണാലും ജീവിക്കാൻ കഴിയത്തില്ല. നിനക്ക് എവിടെ വേണാലും പോകാൻ പറ്റത്തില്ല. നീ മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ ചെയ്യാൻ പറ്റത്തില്ല. നീ മറ്റുള്ളവർ സംസാരിക്കുന്നത് പോലെ നിനക്ക് പറ്റത്തില്ല. നീ മറ്റുള്ളവർ നടക്കുന്നത് പോലെ നിനക്ക് നടക്കാൻ പറ്റത്തില്ല. എന്തുകൊണ്ട്? നീ ഒരു രാജകീയ വംശമാ. ഹല്ലേലൂയ. നീ രാജാവിന്റെ മകനാ. നിന്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് നീ ജീവിക്കാവൂ. ഹല്ലേലൂയ. ഒരിക്കല് രാജാവിന്റെ മകന്, ഇംഗ്ലണ്ട് രാജാവിന്റെ മകന് ഒരു ദിവസം തന്റെ കൂട്ടുകാരായിട്ട് താനും സഞ്ചരിക്കാൻ പോയെന്ന്. സ്തോത്രം. അവിടെ ഇവിടെ എല്ലാം സഞ്ചരിച്ചിട്ട് വന്നു തന്റെ സ്നേഹിതരോടെ ഒരു ടീ ഷോപ്പിൽ ഇരുന്ന് ടീ കുടിക്കാൻ വേണ്ടി താൻ തയ്യാറായി. ഉടൻ തന്നെ സ്നേഹിതരോടൊപ്പം ടീ ഓർഡർ ചെയ്തു. കുടിക്കാൻ കപ്പ് അടുത്തോട്ട് കൊണ്ടുവരുമ്പോഴത്തേക്ക് തന്റെ തോലലേറ്റ് ഒരു കൈ ഒന്ന് തട്ടൻ. മകനെ, നീ ഇതില് പങ്ക് ആകുവാൻ പാടില്ല. സ്തോത്രം. നീ മറ്റുള്ള നിന്റെ സ്നേഹിതരാകാം, നിന്റെ കൂട്ടുകാരാകാം, പക്ഷെ അവർ കുടിക്കുന്ന കപ്പലല്ല നീ കുടിക്കേണ്ടത്. നിനക്ക് വേറൊരു കിച്ചൺ ഉണ്ട്. നീ വേറൊരു സ്ഥലത്താണ് നീ കുടിക്കേണ്ടവർ. ഹല്ലേലൂയ. നിന്റെ സ്റ്റാൻഡേർഡ് എന്താണെന്ന് നീ ഒന്നും ചിന്തിക്കാൻ പറഞ്ഞ് ആ പ്രിൻസ് രാജാവിന് അവിടെ നീ വിളിച്ചോണ്ട് പോകുവാൻ ഇടയായിരുന്നു. പ്രിയ ദൈവജനമേ, നീ നടക്കുന്ന നടപ്പ് എങ്ങനെയുണ്ട്? നീ ചിന്തിക്കുന്ന ചിന്ത എങ്ങനെയുണ്ട്? നീ സ്റ്റാൻഡേർഡ് എങ്ങനെ ഉണ്ട്? അത് നീ ഞാൻ ചിന്തിക്കേണ്ടവരാ. കാരണം നമ്മൾ ഈ ലോകം നടക്കുന്ന നടപ്പെല്ലാം നടക്കുവാനല്ല ദൈവം വിളിച്ചത്. നമ്മളെ വിളിച്ചത് രാജാവാണ്. ഹല്ലേലൂയ. നമ്മള് പുരോഹിതന്മാരാണ്. ഹല്ലേലൂയ. നീ ഒരു പക്ഷേ നീ ചിന്തിക്കുന്ന ദൈവദാസന്മാർ മാത്രമേ പ്രാർത്ഥിക്കണം, ദൈവദാസനിക്കല്ല ഏൽപ്പിച്ചിരിക്കുന്നല്ലോ, അവരെ പ്രാർത്ഥിക്കണമെന്ന് നീ ചിന്തിക്കരുത്. വചനം പറയുന്നു, നീ ഒരു പുരോഹിതനൻ, നീയും ഒരു രാജകീയ വംശത്തിൽ നിന്ന് വിളിക്കപ്പെട്ട ഒരു വ്യക്തിയാ. നിനക്കും ദൈവം കടമ തന്നിട്ടുണ്ട്. നിന്റെ രാജ്യത്തെ സൂക്ഷിക്കുവാനും നിന്റെ രാജ്യത്തെ ഭരിക്കുവാനും നിന്റെ രാജ്യത്തിലേക്ക് ആൾക്കാരെ നയിക്കുവാനും ബാധ്യത നിനക്ക് ദൈവം തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് നിന്റെ പ്രാർത്ഥന ജീവിതം എങ്ങനെയുണ്ട്? ദൈവസന്നിധിയിൽ നിനക്ക് ഏൽപ്പിച്ച ദൗത്യം ചെയ്യുന്നതിലും നിന്റെ പങ്കാളിത്തം എത്രയുണ്ടോ നീ ഒന്നും ചിന്തിക്കുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദേവാലയത്തിലേക്ക് കടന്നു വരുമ്പോൾ മാത്രമാണ് നീ പ്രാർത്ഥിക്കുന്നത്. അല്ലേ? നീ ഒരു പുത്രികനായി നിന്റെ പിതാവായ രാജാവിനോടൊപ്പം ചേർന്ന് തന്റെ പ്രവർത്തനം നീ പങ്കാളിത്തം എടുക്കുന്നുണ്ടോ ഇല്ലയോ? നീ ചിന്തിക്കേണ്ട സമയമാ. ഹല്ലേലൂയ. ഈ ലോകത്തിൽ അനേകര് നിത്യനാശനത്തിലേക്ക് നിരന്തരം പോയിക്കൊണ്ടിരിക്കുന്ന പ്രിയ ദൈവ പൈതലേ, നീ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ? നിന്റെ പുരോഹിതനായ അല്ലെ നിന്റെ രാജാവായ കർത്താവ് നിനക്ക് വേണ്ടി മരിച്ച് നിനക്ക് വേണ്ടി തന്റെ അവസാന തുള്ളി രക്തം കാൽവരി ക്രൂശിൽ വടിച്ചു. നീ ഒരു മകനായി മകളായി നിന്റെ ഭാഗം എത്രത്തോളം ഉണ്ട്? നീ നിന്റെ പിതാവിനോട് ചേർന്ന് നീ എത്രത്തോളം നീ നിന്റെ പിതാവിന്റെ രാജ്യത്തിന് വേണ്ടി പണിയുന്നുണ്ട്? ഒന്നും ചിന്തിക്കുക. ഹല്ലേലൂയ. ഈ രണ്ട് തൂണുകൾ പറയുന്നു, നീ ഒരു രാജാവ്, ഒരു രാജപുത്രിയാണ്. നീ വരുന്നത് രാജസന്നിധിയിലേക്ക്. ഹല്ലേലൂയ. കേവലം ആരാധനക്കായി കടന്നു വരുമ്പോൾ നമ്മൾ ഒരു സാധാരണ മനുഷ്യർ ആയിട്ട് നമ്മൾ ചിന്തിക്കരുത്. ദൈവ പൈതലേ, നീ ഒരു രാജകീയ വംശമാ. ഹല്ലേലൂയ. നിന്റെ മേലുള്ള ദൈവിക അഭിഷേകം നിന്റെ കണ്ണുകൊണ്ട് നീ കാണുന്നില്ലായിരിക്കും. പക്ഷെ പിശാചി തന്റെ ദുരാത്മ മണ്ഡലങ്ങളെല്ലാം ഇത് കണ്ടുകൊണ്ട് നിന്നെ കണ്ട് വിറയ്ക്കുന്നതായിട്ട് വിശുദ്ധ വേദപുസ്തകം നമ്മളെ കാണിക്കുന്നു, പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ. നിന്റെ മേലൊരു അഭിഷേകം
അഭിഷേകമുണ്ട്, നിന്റെ മേൽ ഒരു രാജകീയ അഭിഷേകമുണ്ടെന്ന് നീ മനസ്സിലാക്കണം. അതുകൊണ്ട് നീ നടക്കണം. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ രണ്ട് തൂണുകള് രാജാവിനെ പുരോഹിതനെ കാണിച്ചുകൊണ്ട് നമുക്ക് വലിയ പാഠം പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ. അടുത്തതായിട്ട് ഇവരുടെ പേരുകളുടെ അർത്ഥം എന്താണ് നമ്മൾ ചിന്തിക്കുമ്പോൾ അവിടെ നമ്മളോട് പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു ഇങ്ങനെ. യാക്കീൻ എന്ന പേരിന് അർത്ഥം ഹി എസ്റ്റാബ്ലിഷ്. ബോയാസ് എന്ന പേരിന് അർത്ഥം ഇൻ ഹിം സ്ട്രെങ്ത്. യാക്കീനിന്റെ പേര് അർത്ഥം എസ്റ്റാബ്ലിഷ് മീൻസ് ഉറപ്പിക്കുന്ന ദൈവമെന്ന്. ഹല്ലേലൂയ. യാക്കീന്റെ ദൈവം ആരാണ്? ഉറപ്പിക്കുന്ന ദൈവം. ബോയാസ് അർത്ഥം എന്തെന്ന് പറഞ്ഞ ഇൻ ഹിം സ്ട്രെങ്ത്. ദൈവത്തിലാണ് ശക്തി, അവളുടെ ശക്തിയിലാണ് ഞാൻ ആശ്രയിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. പ്രിയ ദൈവ പൈതലേ, നീ ആരാധിക്കുന്ന ദൈവം ബലമുള്ള ദൈവമാ. ഹല്ലേലൂയ. നീ ആരാധിക്കുന്ന ദൈവം നിന്നെ സ്ഥിരപ്പെടുത്തുന്ന ദൈവമാ. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നിന്നെ സ്ഥിരപ്പെടുത്തുവാനും നിന്നെ ബലപ്പെടുത്തുവാനാണ് സ്വർഗത്തിലുള്ള സകല മഹിമകൾ പറ്റി ഭൂമിയിലേക്ക് യേശു കർത്താവ്. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യാക്കോബിന്റെ വംശത്തിലുള്ള ജനങ്ങള് പലവിധമായ ശോധനകളില്, ശ്രമങ്ങള്, കഷ്ടങ്ങളിൽ അവർ നശിച്ചു പോകുമ്പോൾ യാക്കീനിന് ദൈവം എസ്റ്റാബ്ലിഷ് ചെയ്തു. ഹല്ലേലൂയ. തന്നെ സ്ഥിരപ്പെടുത്തി, തന്റെ ജനത്തെ സ്ഥിരപ്പെടുത്തി, ദൈവത്തെ സേവിക്കുവാനായി സ്ഥിരപ്പെടുത്തി. അതുകൊണ്ട് യാക്കീൻ എന്ന പേര് അർത്ഥം എന്ന് പറഞ്ഞ ദൈവം എന്നെ സ്ഥിരപ്പെടുത്തി എന്ന് പറഞ്ഞുണ്ട് താൻ യാക്കീനായി നിന്നു. ഹല്ലേലൂയ. നിന്നെ ദൈവം സ്ഥിരപ്പെടുത്തി. ഹല്ലേലൂയ. നീ ദൈവസന്നിധിക്ക് വന്ന ദൈവം നിന്നെ സ്ഥിരപ്പെടുത്തു. ഹല്ലേലൂയ. ഒരിക്കലും ഈ കർത്താവിന്റെ പാദസന്നിധിക്ക് വന്ന ഒരു വ്യക്തി ഒരു നാളും തള്ളിക്കളയത്തില്ല. അവന് സ്ഥിരപ്പെടുത്തു തന്നെ ചെയ്യുക. ഹല്ലേലൂയ. ഈ ഭൂമിയിലുള്ള മനുഷ്യനെ നീ ആശ്രയിച്ചെങ്കിൽ ഒരു ദിവസം അവരെ നിന്നെ സ്നേഹിക്കൂ, ഒരു ദിവസം നിന്നെ കുറ്റം പറയോ, അല്ലെ ഒരു ദിവസം നല്ലപോലെ നിന്നെ സ്നേഹിക്കൂ. പക്ഷെ നീ കർത്താവിന് നീ പിടിച്ചു നിന്നെങ്കിൽ അവന് നിന്നെ സ്ഥിരപ്പെടുത്തു. ഹല്ലേലൂയ. യേശു നിന്നെ ബലപ്പെടുത്തു. യേശു കർത്താവ് നിന്നെ സ്ഥിരപ്പെടുത്തി നിന്നെ അനുഗ്രഹിക്കുന്ന ദൈവം തന്നെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ബോയാസിന് നമ്മൾ കാണുമ്പോൾ ബോയാസ് ആണ് ബലമെന്ന് കാണിക്കുന്നത്. ഹല്ലേലൂയ. അവനല്ല എന്റെ ബലം. മാനുഷികമായി നമുക്ക് ബലമുണ്ടായിരിക്കാം, മാനുഷികമായി നമുക്ക് കുടുംബം ഉണ്ടായിരിക്കാം, സ്വത്ത് സമ്പത്തുകൾ ഉണ്ടായിരിക്കാം. പക്ഷെ അതിലല്ല പ്രിയ ദൈവ പൈതലേ നിന്റെ ബലം. നിന്റെ ബലം ദൈവത്തിലായിരിക്കണം. ഹല്ലേലൂയ. നിനക്കുള്ളതിനെ കൊണ്ട് നീ ആശ്രയിച്ച് നടക്കരുത്. അത് ഒരു നാൾ ഈ ലോകത്തിൽ നിന്ന് മൈ പോകുന്നതാണ്. അത് ഡിസിപ്പിയർ ആവും. കാരണം നമ്മൾ അനേക നാളുകളായിട്ട് കാണുന്നു വെള്ളപ്പൊക്കങ്ങള്, കൊടുങ്കാറ്റുകൾ അടിച്ച് പണമുള്ള രാജ്യങ്ങള് നയിക്കപ്പെട്ടു പോകുന്നതായിട്ട് കാണാൻ സാധിക്കും. ഒരു കാറ്റടിച്ചപ്പോഴേ സകല വസ്തുക്കള് ഈ കാട് ഈ എയറിനകത്ത് കറങ്ങി കറങ്ങി ചെതറിപ്പോകുന്ന അവസ്ഥകളാണ് ഈ ദിവസങ്ങളെ വാർത്തകൾ നമ്മളെ കാണിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, അമേരിക്കൻ കൺട്രി എന്ന് പറഞ്ഞ ഈ ലോകത്തിൽ ഏറ്റവും ഉന്നതമായ ഒരു രാജ്യമെന്ന് നമുക്കറിയാം. ആ രാജ്യത്ത് അടിക്കുന്ന കൊടുങ്കാറ്റുകൾ കണ്ടപ്പോ എത്ര വിലപ്പെട്ട സാധനങ്ങൾ, എത്ര സ്റ്റാൻഡേർഡ് ഹൗസുകൾ, എത്ര സ്റ്റാൻഡേർഡ് ആയുള്ള കാര്യങ്ങൾ ഒരു നിമിഷ നേരം കൊണ്ട് തുടിച്ചുപെട്ടു പോകുന്ന. ഹല്ലേലൂയ. നിന്റെ ബലം ഏതിൽ ആശ്രയിച്ചിരിക്കുന്നു? നിന്റെ ബലം ദൈവത്തിലെങ്കിൽ, നിന്റെ ബലം ദൈവത്തിൽ ആശ്രയിച്ചിരിക്കുന്നെങ്കിൽ നീ ഒരു നാളും കുളിഞ്ഞു പോകത്തില്ലെന്ന് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്ന. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സ്തോത്രം ചെയ്യുന്നു. ഒരു വചനം വായിക്കാം. ഹെബ്രായ ലേഖനം 7-ാം അധ്യായത്തിന്റെ 24 മുതൽ 26 വരെ വായിക്കാം. ഹെബ്രായ ലേഖനം 7-ാം അധ്യായത്തിന്റെ 24-26 വരെ. ഇവനോ എന്നേക്കും ഇരിക്കുന്നത് കൊണ്ട് മാറാത്ത പൗരോഹിത്യമാകുന്നു പ്രാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകിയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു. ഇങ്ങനെയുള്ള മഹാപുരോഹിതനല്ലോ നമുക്ക് വേണ്ടിയത്. പവിത്രൻ, നിർദോഷൻ, നിർമ്മലൻ, പാപികളോട് വേർവിട്ടവൻ, സ്വർഗത്തേക്കാൾ ഉന്നതനായി തീർന്നവൻ. ആമേൻ. സ്തോത്രം. അതുപോലെ സങ്കീർത്തനങ്ങൾ 28-7 കൂടെ വായിക്കാം. സങ്കീർത്തനം 28-ാം അധ്യായത്തിന്റെ 7-ാം വചനം. യഹോവ എന്റെ ബലവും എന്റെ പരിചയമാകുന്നു. എന്റെ ഹൃദയം അവങ്കൽ ആശ്രയിച്ചു. എനിക്ക് സഹായവും ലഭിച്ചു.
അതുകൊണ്ട് എന്റെ ഹൃദയം ഉല്ലസിക്കുന്നു, പാട്ടോടെ ഞാൻ അവനെ സ്തുതിക്കുന്നു. സ്തോത്രം. നമ്മുടെ ഹെബ്രായ ലേഖനത്തിൽ വായിച്ചതുപോലെ നമ്മുടെ ആശ്രയം നമ്മുടെ കർത്താവായിരിക്കുക. സകല നന്മകളെ വെച്ച് എനിക്ക് വേണ്ടി ഈ ഭൂമിയിൽ നിന്ന് നമ്മളെ രക്ഷിക്കാൻ തന്നെ വന്ന കർത്താവാണ്. നമ്മളെ സ്ഥിരപ്പെടുത്തുന്ന ദൈവമാണ് നമ്മുടെ യേശു കർത്താവ്. അതുപോലെ സങ്കീർത്തനക്കാരനും പറയുന്നു, എന്റെ ബലം എന്നെ സ്ഥിരപ്പെടുത്തുന്ന ദൈവം, ഞാൻ എന്റെ ദൈവത്തിലാണ് ആശ്രയിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ പൈതലെ, നീ ആലയത്തിലേക്ക് കടന്നു വരുമ്പോൾ നിന്റെ ഹൃദയത്തിൽ ഉണ്ടാകേണ്ട ഒരു വലിയ ചിന്ത എന്തെന്ന് പറഞ്ഞ, ഞാൻ ആലയത്തിലേക്ക് കടന്നു പോകുന്നു, എന്റെ ദൈവം എന്നെ വിടുവിക്കൂ, എന്നെ രക്ഷിക്കൂ, എന്റെ ആശ്രയം എന്റെ കർത്താവ് തന്നെ, വേറൊന്നിലും എന്റെ ആശ്രയമില്ലെന്നാണ് ആലയം കാണിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ബോയാസ് യാക്കീൻ ഈ തൂണുകള് സൊലൊമോന് മുമ്പിൽ വെച്ച്. സ്തോത്രം. ആദ്യം നമ്മളെ കണ്ടു ഈ രണ്ടുപേരനാണ് ഈ രണ്ട് തൂണുകൾ അവിടെ വെച്ചപ്പോ അവിടെ പുരോഹിതന് രാജാവായിട്ട് കാണിച്ചു. അവർ എന്താണ് വരുന്നവർ എന്താണെന്ന് അവരൊക്കെ തന്നെ ഒരു ചിന്ത ഉണ്ടാകേണ്ടതിനായി ആലയത്തിലേക്ക് അടുത്തു വന്നപ്പോ അവരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അവർക്ക് അടുത്ത് ഉണ്ടാകുന്നതാണ്, എന്റെ ദൈവം എന്റെ പ്രാർത്ഥന കേട്ട് എന്നെ രക്ഷിക്കൂ, എന്നെ സ്ഥിരപ്പെടുത്തുവനെ. അപ്പോൾ തന്നെ എന്റെ ബലം, എന്റെ ആശ്രയം എന്റെ ദൈവമനെ. അവരുടെ ഹൃദയത്തില് വിശ്വാസം വരുവാണ് ഈ രണ്ട് തൂണുകൾ വെച്ച്. അടുത്ത് അവസാനമായിട്ട് നമുക്ക് മറ്റൊരു ചിന്ത പരിശുദ്ധാത്മാവ് തന്നെ പറയുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ആര് വന്നാലും ഈ തൂണുകളുടെ നടുവിലാണ് ദേവാലയത്തിന്റെ അകത്തായിട്ട് കയറി ചെല്ലണം. ഹല്ലേലൂയ. തൂണുകൾ കണ്ടുകൊണ്ട് അവിടെ നിൽക്കാൻ പറ്റുന്നില്ല, തൂണുകളുടെ ഇടയിലൂടെയാണ് അകത്തോട്ട് കയറി ചെല്ലണം. ഹല്ലേലൂയ. നീ ദൈവസന്നിധിക്ക് കടന്നു വരുമ്പോൾ നിന്റെ ഏത് സ്ഥിതിയിൽ നീ വന്നാലും ഈ രണ്ട് വിഷയങ്ങൾ നീ ഓർത്തുകൊണ്ട് നീ ആലയത്തിലേക്ക് കടന്നു വന്നെങ്കിൽ അവിടെ ഒരു ദൈവ പ്രവർത്തി നിനക്ക് കാണാൻ പറ്റും. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവസന്നിധിക്ക് വരുമ്പോൾ ഈ രണ്ട് ചിന്തകളായി നീ ദൈവ ആലയത്തിലേക്ക് കയറി വന്നത് ഉടനെ ഈ ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയും. ഹല്ലേലൂയ. ഈ രണ്ട് ചിന്തകളായിട്ട് നമ്മൾ ദൈവസന്നിധിക്ക് വരണം. അതാണ് പരിശുദ്ധാത്മാവിടെ പഠിപ്പിക്കുന്ന. സ്തോത്രം. ഈ പ്രത്യേകിച്ച് രണ്ട് തൂണുകള് നടുവില് അല്ലാതെ ഈ ഗർഭാലയം എന്നല്ലേ പറയും, ഇന്നർ മോസ്റ്റ് പ്രസൻസ്, അവിടെ നമുക്ക് എത്തിച്ചേരാൻ പറ്റത്തില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ രണ്ട് തൂണുകളുടെ ഇടയിലൂടെ നമ്മൾ ആലയത്തിലേക്ക് കടന്നു ചെല്ലുന്നത് ഏതോ ഞായറാഴ്ച മാത്രം ആകാൻ പാടില്ല. ഹല്ലേലൂയ. ഇവിടെ കാണിക്കുന്നു, നീ ദേവാലയത്തിലേക്ക് കടന്നു വരുന്നത് കേവലം ഒരു ദിവസം കൊണ്ടോ അല്ല വർഷത്തിലെ ഒരിക്കലും മാത്രമോ ആയി തീരാൻ പാടില്ല. എപ്പോഴും എനിക്ക് വരുവാനും ഇതാ വലിയ ദ്വാരം എനിക്ക് ഒരുക്കി വെച്ചിരിക്കുന്ന ഈ രണ്ട് തൂണുകൾ നമുക്ക് പഠിപ്പിക്കുന്ന. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്തുകൊണ്ട് അത് കണ്ടുകൊണ്ട് അവിടെ തന്നെ നിൽക്കാൻ പാടില്ല, അകത്തോട്ട് കയറി വരണവന് പഠിപ്പിക്കുന്ന നമുക്ക് ഇവിടെ വചനം വ്യക്തമായി പഠിപ്പിക്കുന്നു. നിന്റെ ആലയത്തിൽ ഒരു ദിവസം ഞാൻ സ്പെൻഡ് ചെയ്യുന്നത് 1000 ദിവസങ്ങൾക്ക് സമമല്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിന്റെ ആലയത്തിന്റെ അകത്ത് എന്തുണ്ടെന്ന് വചനം പറയുന്നു? പുഷ്ടിയുണ്ട്, ബലമുണ്ട്, സന്തോഷമുണ്ട്, സൗന്ദര്യമുണ്ടെന്നാണ് വചനം പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ. സങ്കീർത്തനങ്ങൾ 84, സങ്കീർത്തനം 56 അധ്യായങ്ങൾ നിങ്ങൾ വായിക്കുമ്പോൾ അവിടെ വ്യക്തമായി നമുക്ക് കാണിക്കാൻ സാധിക്കുന്നു ആലയത്തിലേക്ക് വന്ന നന്മ എന്താണെന്നത്. ഹല്ലേലൂയ. ആലയത്തിലേക്ക് വരവ് കേവലം ഞായറാഴ്ച മാത്രമാണോ? ഞാൻ ഇവിടെ ആരെ കുറ്റപ്പെടുത്തി പറയുന്നതല്ല പ്രിയമുള്ളവരെ. നാം ഓരോരുത്തരുടെ അവസ്ഥ നമ്മളെ തന്നെ ചിന്തിക്കാം. ആലയത്തിലേക്ക് എപ്പോഴും വരുവാനാണ് ദ്വാരങ്ങൾ തുറന്നു വെച്ചിരിക്കുന്നത്. സൊലൊമോൻ ദേവാലയം വലിയ തൂണുകളെ കണ്ടുകൊണ്ടാണ് എന്റെ ദൈവം എന്നെ വിടുവിക്കൂ, എന്നെ രക്ഷിക്കൂ, എന്റെ ദൈവമാണ് എന്റെ രാജാവ്, എനിക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. അയ്യാ അപ്പാ, അങ്ങേ മാത്രം ശരണമാക്കിയതാ എന്നെ തന്നെ സമർപ്പിക്കുന്ന ദേവാലയത്തിൽ കടന്നു വന്ന് അവര് മുട്ടേലെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇതാ അവരുടെ ജീവിതത്തിൽ വലിയ വിടുതലകൾ അവരെ കണ്ടു, വലിയ ദൈവ സാന്നിധ്യം അവരെ കണ്ടു. സൊലൊമോൻ ദേവാലയത്തിന്റെ അകത്ത് എപ്പോഴും മേഘം പോലെ ഒരു ദൈവ തേജസ് അവിടെ ഉണ്ടായിരുന്നെന്ന് വചനം നമ്മളെ പഠിപ്പിക്കുന്ന. ഹല്ലേലൂയ. ദേവാലയത്തിക്ക് കേവലം നമ്മൾ വർഷത്തിലെ ഒരിക്കലും അല്ല, നമ്മൾ കേവലം ക്രിസ്മസ് ക്രിസ്ത്യാനികളെ പോലെ നമ്മൾ ഉണ്ടാകാൻ പാടില്ല.
പാടില്ല, അല്ലെ ഈസ്റ്റർ ക്രിസ്ത്യാനികളെ പോലെ ഉണ്ടാകാൻ പാടില്ല. നിരന്തരം ഏത് സമയത്തും കയറി ചെല്ലുവാനും ദൈവം നമുക്ക് വാതിലുകൾ തുറന്നിട്ടുണ്ട്. ഹല്ലേലൂയ. കാൽവരി ക്രൂശിൽ താൻ മരിച്ചപ്പോ ദേവാലയത്തിന്റെ അന്തർഗത തേജസ് കാണാതിരിക്കുന്ന, മറിച്ചു വെക്കുന്ന ആ കറ്റൽ പൊട്ടിപ്പോയിനാണ് അവിടെ എഴുതിയിരിക്കുന്നത് നമ്മുടെ ഹെബ്രായ ലേഖനത്തില്. ഹല്ലേലൂയ. നമുക്ക് നിരന്തരം പോയി നമ്മുടെ പിതാവിനോട് നേരിട്ട് സംസാരിക്കാനുള്ള വാതിൽ ദൈവം തുറന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ആലയത്തിലേക്ക് കടന്നു വരുവാനും എപ്പോഴും മനസ്സുള്ളവരായിരിക്കാൻ നമുക്ക്. ഹല്ലേലൂയ. എപ്പോഴും ദൈവസന്നിധിക്ക് ഞാൻ ചെല്ലണം, ദൈവസന്നിധിയിൽ ഞാൻ പ്രാർത്ഥിക്കണം, ദൈവസന്നിധിയിൽ ദൈവ തേജസ് കാണണമെന്ന് ആഗ്രഹത്തോടെ ആയിരിക്കണം. ഹല്ലേലൂയ. പലപ്പോഴും ചില വിശ്വാസികൾ ചിന്തിക്കാറുണ്ട്, അത് ഇവിടെ മാത്രമല്ല, ആന്ധ്രയിലുണ്ട്, കർണാടകയിലുണ്ട്, തമിഴ്നാട്ടിലുണ്ട്, എല്ലാ സ്റ്റേറ്റ്സിലുള്ള ഒരു ചിന്തയാണ്, ഞാൻ ഞായറാഴ്ച ആരാധനയ്ക്ക് പോയില്ലേലും ഞാൻ വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. പാസ്റ്റർ എന്ന് പറയുന്നത് പതിവ് തന്നെ. ഹല്ലേലൂയ. നീ വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ച വീട്ടിലോ കിട്ടുന്ന നന്മ മാത്രമേ നിനക്ക് കിട്ടൂ. ഹല്ലേലൂയ. നീ ആലയത്തിലേക്ക് വന്ന് പ്രാർത്ഥിച്ച ആലയത്തിലുള്ള പുഷ്ടിയും ബലം സൗന്ദര്യം ദൈവത്തിൽ നിന്ന് നേരിട്ട് നിനക്ക് ലഭിക്കും. ഹല്ലേലൂയ. നീ ആലയത്തിലുള്ള നന്മ നീ അനുഭവിക്കുന്നെങ്കിൽ അത് ഒരു പ്രത്യേകതയാണ്. ആലയത്തിലുള്ള അനുഗ്രഹം ഒരു പ്രത്യേകത തന്നെ. നിന്റെ ഭവനത്തിൽ ഇരിക്കുന്നത് അത് വേറെയാണ്. അതുകൊണ്ട് നിന്റെ ജീവിതം നീ തന്നെ ചിന്തിക്കുക. ആലയത്തിലുള്ള അനുഗ്രഹം നിനക്ക് വേണമോ? ആലയത്തിലുള്ള നന്മ നിനക്ക് വേണമോ? ഹല്ലേലൂയ. ഈ രണ്ട് തൂണുകളുടെ നടുവിൽ നീ ആലയത്തിലേക്ക് കടന്നു വരുമ്പോൾ ഒരു പ്രത്യേക അനുഗ്രഹം ദൈവം നിനക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. പ്രിയ ദൈവ പൈതലേ, കേവലം നീ ഒരു ദിവസം ആലയത്തിൽ സ്പെൻഡ് ചെയ്യുന്നെങ്കിൽ അത് സ്വർഗത്തിൽ 1000 ദിവസമാണ് എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ. നിനക്ക് അത്ര പ്രസന്റ് അവിടെ നിനക്ക് വേണമെങ്കിൽ നീ ആലയത്തിലേക്ക് കടന്നു വരാം. ദൈവദാസനോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്റെ ഒരു ആഗ്രഹമാണ്, എനിക്കെപ്പോഴും ആലയത്തിൽ നിന്ന് പ്രാർത്ഥിക്കണമെന്ന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ദൈവദാസനിക്ക് ആ ആഗ്രഹം നിറവേറ്റി തീർക്കുവാൻ ദൈവം കൃപ നൽകിയതിനോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ വലിയ വീടോ വലിയ സ്വത്ത് സമ്പത്തുകൾ ഞാൻ ആഗ്രഹിച്ചില്ല. എനിക്ക് ഈ വീടിനോട് ചേരുന്ന ഒരു പ്രാർത്ഥനാലയം വേണമെന്ന്. ഹല്ലേലൂയ. എനിക്ക് ഉള്ള ജോലികൾ എത്ര വേഗത്തിൽ ചെയ്തെറ്റി ആലയത്തിലേക്ക് വന്നിരുന്ന് പ്രാർത്ഥിക്കണമെന്നതാണ് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. ദൈവദാസിലൂടെ അത് നിറവേറ്റി. സ്തോത്രം. ഏത് സമയത്ത് വന്ന് ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുവാനും ദൈവം ആലയം പണിയുവാനും കൃപ നൽകി. ഹല്ലേലൂയ. പ്രിയ ദൈവജനമേ, ഇവിടെ വരുന്നവർക്ക് ഹൃദയാംഗമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ എപ്പോഴും ഏത് സമയത്ത് കടന്നു വരുവാനും ഒരു ദേവാലയം ദൈവം ഇവിടെ നമുക്ക് ഒരുക്കിയിട്ടുണ്ട്. നിങ്ങളുടെ സമയം നോക്കാതെ കടന്നു വരാം. നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. ഈ ആലയത്തിൽ ഒരു പ്രത്യേക നന്മയുണ്ട്. ഹല്ലേലൂയ. വചനത്തിൽ വ്യക്തമായി എഴുതിയിരിക്കുന്നു, എന്റെ ആലയത്തിൽ എന്റെ കൺദൃഷ്ടി ഉണ്ടെന്ന്. ഹല്ലേലൂയ. എന്റെ ആലയത്തിൽ ചെയ്യുന്ന പ്രാർത്ഥനകൾക്ക് ഞാൻ ചെവി കേൾക്കുവന്. ഹല്ലേലൂയ. നിന്റെ വീട്ടിൽ പ്രാർത്ഥിക്കുന്നത് തെറ്റനല്ല, പക്ഷെ ആലയത്തിലെ ഒരു നന്മ ദൈവം നിനക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. അത് നിനക്ക് പ്രാപിക്കണമെങ്കിൽ നീ ആലയത്തിലേക്ക് കടന്നു വരണം. ഹല്ലേലൂയ. ദൈവം നിനക്ക് ഏൽപ്പിച്ച ദൗത്യങ്ങൾ, ദൈവം നിന്നോട് സംസാരിക്കുന്നത്, ദൈവം നിനക്ക് നൽകിയിരിക്കുന്ന ആ പർട്ടിക്കുലർ കാര്യങ്ങൾ മനസ്സിലാക്കി ഒരു രാജകീയ വംശമായി, ഒരു പുരോഹിതനായി, ഒരു കുമാരനായി നീ ക്രിയ ചെയ്യണമെങ്കിൽ ആ രാജകൊട്ടാരത്തിൽ നിന്ന് നീ ചിലത് പ്രാപിക്കണം. ഹല്ലേലൂയ. അതിനുവേണ്ട നീ ദേവാലയത്തേക്ക് കടന്നു വരണം. ഹല്ലേലൂയ. ഇപ്പൊ നമ്മുടെ സൊലോമോൻ ദേവാലയം എവിടെ യെരൂശലേമിൽ പോയി കണ്ടെങ്കിൽ അവിടെ ദേവാലയം ഇല്ല പ്രിയമുള്ളവരെ. അവിടെ തൂണുകൾ ഇപ്പൊ ഇല്ല. അവിടെ ആ തൂണുകളിൽ ഇതാ ശത്രു ബബലോൻ ദേശത്തിന് വന്ന് അവർ എടുത്തോണ്ട് പോയി. ഇപ്പൊ ഈ 2 തൂണുകള് ശത്രു കയ്യിലാക്കിയിരിക്കുന്നു. ഇതാ അവന് 2 തൂണുകള് അവന്റെ രാജ്യത്തിന് മുമ്പേ വെച്ചിട്ട് ഈ ലോകത്തെ താൻ ആകർഷിച്ചുകൊണ്ടിരിക്കുന്നു. പ്രിയ പൈതലേ, വാ, ഇതാ എനിക്ക് നല്ല നന്മ ഞാൻ തരുവൻ, ഇതാ എനിക്ക് ഇത് ചെയ്ത അത് ചെയ്ത, നീ ലോകപരമായി നടന വലിയ വിശാലമായി വടിയത്, നീ ഇതിലോ വാ വാ നീ പിശാച് വിളിച്ചുകൊണ്ടിരിക്കുന്നു. അനേകർ അതിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. യെരൂശലേം ദേവാലയത്തിൽ ഇപ്പോൾ ആ തൂണുകളില്ല. പക്ഷേ പരിശുദ്ധാത്മാവ് നീ കടന്നു വരുന്ന ദേവാലയത്തിന്റെ മുമ്പാകെ ഈ തൂണുകൾ ഓർക്കുക. നീ വചനത്തിൽ ഇപ്പോഴത് വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. പ്രിയമുള്ളവരെ, ശത്രുവിന്റെ തന്ത്രങ്ങളിലെ വീണു പോകാതെ, ശത്രു വെച്ചിരിക്കുന്ന വാതിലുകളിലേക്ക് നടന്നു പോകാതെ, ഈ ലോകത്തിൽ ആകർഷിക്കുന്ന അനേകമുണ്ട്. ഈ ലോകത്തിൽ ആകർഷിക്കുന്ന അനേക നന്മകൾ ശത്രു
പക്ഷെ അതിലെ നോക്കരുത്, അതിലേക്ക് പോകരുത്. ആ വാതിലുകളിലൂടെ നീ നടക്കരുത്. നിന്റെ മുമ്പാകെ വെച്ചിരിക്കുന്ന ദൈവത്തിന്റെ വഴികളിൽ നടക്കുവാൻ നീ തയ്യാറാണെങ്കിൽ, ദൈവസന്നിധിയിലായിരിക്കുന്ന ഇവിടെ ആയിരിക്കുന്ന ഓരോരുത്തരും മേലും ഇനി പകൽക്കാലം പരിശുദ്ധാത്മാവ് ശക്തമായി അഭിഷേകം ചെയ്ത് ഇനി പുതിയ നന്മ കൊണ്ട് നിറയ്ക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. അതിനുവേണ്ടി നമ്മൾ ഒരിക്കലും ദൈവസന്നിധിയിൽ സമർപ്പിക്കുക, നമ്മുടെ തലകളെ ഒന്ന് വണക്കുക, ദൈവസന്നിധിയിൽ ദൈവത്തെ ചോദിക്കുക, കർത്താവേ നിന്റെ ആലയത്തിലുള്ള നന്മ കൊണ്ട് എന്നെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ. അപ്പൊ ഈ രണ്ട് തൂണുകളുടെ നടുവിലാണ് നിന്റെ ആലയത്തേക്ക് ഞാൻ കടന്നു വന്നത്. ഇതാ ശത്രുവായ ദുഷ്ടന് വെച്ചിരിക്കുന്ന വഴികളിലോ ഞാൻ നടക്കാതെ എന്റെ പ്രവർത്തനയോ എന്റെ ചിന്തകളോ എന്റെ നടപ്പോ എന്റെ ദൃഷ്ടിയോ പോകാതെ കർത്താവ് ഈ തൂണുകളുടെ നടുവെ എന്നും ഞാൻ ദേവാലയത്തിൽ നിൽക്കുവാനും കടന്നു വരുവാനും എന്നെ ബലപ്പെടുത്തണമെന്ന് ദൈവത്തെ ചോദിക്കാം. എല്ലാവരും പ്രാർത്ഥനയോടായിരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു നിമിഷം ദൈവസന്നിധിയിൽ നീ എന്തും പ്രാർത്ഥിക്കുന്നു, ഈ ദേവാലയത്തിന്റെ അകത്ത് ദൈവം ഇപ്പം കേൾക്കും. ഹല്ലേലൂയ. നീ വിശ്വസിക്കുന്നെങ്കിൽ നിന്റെ ജീവിതത്തിൽ ദൈവം അത്ഭുതം ചെയ്യും. കാരണം ദേവാലയത്തെ കുറിച്ച് ദൈവം അത്രത്തോളം സീരിയസ്. ഹല്ലേലൂയ. തന്റെ ആലയത്തിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് ചെവിയോ കേൾക്കുന്ന ദൈവമാണ്. തന്റെ കണ്ണുകള് തുറന്നു വെച്ചിരിക്കുന്ന ദൈവമാണ്. നിന്റെ കണ്ണുനീര് കാണുന്നു, നിന്റെ ഹൃദയത്തെ പരിശോധിക്കുന്നു, നീ പറയുന്ന ഓരോ വാക്ക് ദൈവം റെക്കോർഡ് ചെയ്യുന്നു. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുക, ഒരു നിമിഷം പ്രാർത്ഥിക്കുക. കർത്താവേ, ഈ തൂണുകളുടെ നടുവിൽ ഞാൻ വന്നിരിക്കുന്നു, നിന്റെ ആലയത്തിലേക്ക് ഞാൻ കടന്നു വന്നിരിക്കുന്നപ്പാ. ഈ ലോകത്തിൽ എന്നെ ആകർഷിക്കുവാനും ഹല്ലേലൂയ വേറൊന്നിനെ അനുവദിക്കരുത്. നീ എനിക്ക് തന്നെ അഭിഷേകത്തിൽ നിൽക്കുവാനും നീ എനിക്ക് നൽകിയിരിക്കുന്ന ആ ദൗത്യം പൂർത്തീകരിക്കുവാനും എന്നെ ബലപ്പെടുത്തണമേ എന്ന് ചോദിക്കാം. ഹല്ലേലൂയ. യേശു കർത്താവ് വരുവാനും കാലം ഏറ്റവും ആസന്നമായിരിക്കുന്നു. പ്രിയരെ, നമ്മുടെ വഴികളെ എങ്ങോട്ട, നമ്മുടെ ചിന്തകള്, നമ്മുടെ പ്രവർത്തികള് എങ്ങനായിരിക്കുന്നു? ദൈവത്തിന്റെ ഹിതം ചെയ്യുവാൻ നമ്മളെ തന്നെ സമർപ്പിക്കുക, പ്രാർത്ഥനയോടായിരിക്കാം. ദൈവം നാം ഏവരും അനുഗ്രഹിക്കട്ടെ. ആമേൻ. പ്രാർത്ഥനയോടെ നമുക്ക് എല്ലാവർക്കും ദിവസം എഴുന്നേറ്റേക്കാം. വളരെ ശക്തമായി വചനത്തിന്റെ ആഴങ്ങളിൽ പരിശുദ്ധാത്മാവ് തന്റെ